മരിച്ചയുടനെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വല്ല ധാരണയുമുണ്ടോ? നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, പക്ഷേ ഉത്തരമറിയില്ല. ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. മരിച്ചതിന് ശേഷം നമ്മൾ വേറെ ശരീരത്തിൽ പ്രവേശിച്ച് ഭൂമിയിൽ വരുമോ? സ്വർഗം, നരകം, അവിടെ എന്ത് സംഭവിക്കും? മരണമെന്നത് ഒരു അവസാനമാണോ, അതോ അവിടെ വെച്ചാണോ പുതിയ ഒരു യാത്ര തുടങ്ങുന്നത്? ഓരോ മതങ്ങൾക്കും അവരുടേതായ വീക്ഷണമുണ്ട്. ചിലർ വിചാരിക്കുന്നത് ആത്മാവ് ശരീരം വിട്ട് ശുദ്ധീകരണ സ്ഥലം എന്ന സ്ഥലത്തേക്ക് പോകും, പാപത്തിൽ നിന്നും ശുദ്ധി നേടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തും എന്നാണ്. വേറെ ചിലർ വിചാരിക്കുന്നത് അവർ പുതിയ ശരീരത്തിൽ പ്രവേശിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്നാണ്. ഇതിന് ഒരു ഉത്തരം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ AHA സംഘം കണ്ടെത്തുകയുണ്ടായി. നാച്ചുറൽ ഡെത്തിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചാലും കുറച്ചധികം സമയം തലച്ചോർ ഉണർന്നിരിക്കും. അപ്പോൾ എന്ത് നടക്കുന്നു എന്ന് ആ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും. ഹൃദയാഘാതം സംഭവിച്ച് പിന്നീട് ജീവിതത്തിലേക്ക് വന്ന ആളുകളെ പഠനത്തിനായി അവർ തിരഞ്ഞെടുത്തു. അവർ പറയുന്നത് ഹൃദയം പ്രവർത്തനം നിർത്തിയെങ്കിലും ഡോക്ടറിനെയും നേഴ്സും എല്ലാം പറയുന്നതും അവിടെ നടക്കുന്ന കാര്യങ്ങളും അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നാണ്. ഇതിൽ നിന്നും അവർ സ്ഥിരീകരിച്ചത് മരിച്ചാലും കുറേ സമയത്തേക്ക് ആ വ്യക്തി എല്ലാം അറിയുന്നുണ്ട് എന്നാണ്. ഹിന്ദു പുരാണത്തിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ മരണം സംഭവിക്കുന്ന നിമിഷം ധാരാളം ശാരീരിക മാറ്റങ്ങൾ വരും. അതൊന്നും അടുത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. മരണം സംഭവിക്കുന്ന അവസാന നിമിഷങ്ങളിൽ ആത്മാവ് ശരീരം ഉപേക്ഷിക്കും. മരണം ഒരു അവസാനമല്ല, അടുത്ത ഘടകമാണ് എന്നാണ് ഏറ്റവും ഉയർന്ന ഐക്യമുള്ള ക്രിസ്റ്റഫർ മൈക്കിൾ ലിങ്കൻ പറയുന്നത് ഇങ്ങനെയാണ്: മരിക്കുന്നത് ശരീരം മാത്രമായിരിക്കും, നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മരണം ഒരു യാത്രയുടെ ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമ മാത്രമാണ്. ആത്മാവ് അതിൻ്റെ യാത്ര തുടരുന്നു, പുതിയൊരു വഴിയിലൂടെയോ മറ്റൊരു രൂപത്തിലൂടെയോ. നമുക്ക് ഇക്കാര്യത്തിൽ വ്യക്തത വരുന്നത് മരണത്തെ അതിജീവിച്ചവരുടെ അനുഭവങ്ങളിലൂടെയാണ്. അങ്ങനെ ഒരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ ടു ഡ്രോപ്സ്. ഡോക്ടർ ഏബൻ അലക്സാണ്ടർ. ഇദ്ദേഹം അമേരിക്കയിലെ ഒരു പ്രശസ്ത ന്യൂറോ സർജൻ ആയിരുന്നു. ഇയാൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു. ദൈവം, ആത്മാവ് ഇതൊന്നും ഇല്ല എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. 2008 അദ്ദേഹത്തിന് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന അസുഖം ബാധിച്ചു. 7 ദിവസം അദ്ദേഹം കോമയിലായിരുന്നു. ബ്രെയിൻ ആക്ടിവിറ്റി പൂർണ്ണമായി നിന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനം ഇല്ലാതിരിക്കുന്നതിനെ മരണാവസ്ഥയ്ക്ക് തുല്യമായിട്ടാണ് ഡോക്ടർമാർ അദ്ദേഹത്തെ മരിച്ചു എന്ന് വിധിയെഴുതി. പക്ഷേ അദ്ദേഹം അത്ഭുതകരമായി ഉണർന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പ്രൂഫ് ഓഫ് ഹെവൻ. അതൊരു ബെസ്റ്റ് സെല്ലർ ബുക്കായിരുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെയാണ്: ആദ്യഘട്ടം ആത്മാവ് ഒരു ടണലിലൂടെ പോകുന്നു. അവിടെ ശബ്ദങ്ങളൊന്നും തന്നെയില്ല, ഭയം നിറഞ്ഞ അന്തരീക്ഷം, ആരെയും കാണുന്നുമില്ല. ഈ സ്ഥലം കഴിഞ്ഞാൽ പ്രകാശത്തിലേക്കുള്ള ഒരു യാത്ര, അവിടെ സംഗീതം നിറഞ്ഞ ഒരു ലോകം. അവിടെ ഒരു ഏഞ്ചൽ അദ്ദേഹത്തിന് വഴികാട്ടിയായി ഉണ്ടായിരുന്നു. ദൈവമുണ്ടെന്ന് ഉറപ്പാണ്. അങ്ങനെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ അദ്ദേഹം വലിയൊരു ദൈവവിശ്വാസിയായി മാറി. മരണഭയം ഇല്ലാത്തതായി ആരും തന്നെയില്ല. മരണഭയം ഇല്ലാതാക്കാൻ ദൈവവിശ്വാസത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതൊരു തിരിച്ചുപോക്കൽ മാത്രമാണ്. മറ്റൊരു പുതിയ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.